ചെല്ലാനത്തേക്കൊന്ന് പോകാം. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. അവിടെ നിന്ന് ഈ വഖഫ് അധിനിവേശത്തിൻ്റെ ഇരകൾ അവിടെ ഉണ്ട് ജിജീഷിനൊപ്പം. ജിജീഷ്, വലിയ പ്രതീക്ഷയിലാണ് ഈ വരാൻ പോകുന്ന ശൈത്യകാല സമ്മേളനം ഇവർ ഓരോരുത്തരും നോക്കിക്കാണുന്നത്. അതേസമയം അവർക്കൊക്കെ ആശങ്കകൾ ഇപ്പോഴുമുണ്ട്. കാരണം കേരളത്തിലൊരു നിയമം പാസ്സാക്കി, കേരള നിയമസഭ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു, അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? പലപ്പോഴും ഇതിലൊക്കെ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായ ധാരണ പോലും അവർക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും പ്രതീക്ഷയോടെയാണോ അവർ തുടരുന്നത്? വീണ, നേരത്തെ മുനമ്പത്തായിരുന്നു ഇത്തരത്തിൽ ഉള്ള കയ്യേറ്റത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയും അത് ജനം ടി വിയിലൂടെ തന്നെ ആദ്യം പുറത്തു വരികയും അവിടെ സമരരംഗത്ത് ആളുകൾ ഇപ്പോഴും തുടരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. കാരണം പല വാഗ്ദാനങ്ങൾ തുടർച്ചയായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അതേ ഘട്ടത്തിലാണ് സമാനമായ രീതിയിൽ എറണാകുളം ജില്ലയിലെ തെക്കൻ തീരദേശ മേഖലയായ ചെല്ലാനത്തു കൂടി വഖഫിന്റെ അവകാശവാദം എത്തുന്നു, അല്ലെങ്കിൽ വഖഫിന്റെ അധിനിവേശ ശ്രമങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള വഖഫ് സ്വത്ത് വിവരങ്ങളിലാണ്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ചെല്ലാനം ഉൾപ്പെടുന്ന തീരദേശ പ്രദേശങ്ങൾ കൂടി, ആ ഒരു മേഖലയിലെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുന്നത്. അവിടെയും അവകാശമുണ്ട്. എടക്കൊച്ചിയിലെ ഒരു പള്ളിയുടെ മോസ്കിന്റെ പേരിലാണ് ആ സ്വത്തുവകകൾ ഉള്ളത് എന്ന അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സമാനമായ എങ്ങനെയാണോ മുൻപത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്, മുൻപത്തെ ജനത ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അതേ രീതിയിലുള്ള ഒരു പ്രശ്നത്തെ തന്നെയാണ് ചെല്ലാനം മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ ജനത, സാധാരണക്കാരായ ജനത, അവർ സ്വരൂകൂട്ടിയ തുച്ഛമായ പണത്തിന് വാങ്ങിയ വീടുകൾ, അവരുടെ ഭൂമി, പാരമ്പര്യമായി അവർക്ക് സിദ്ധിച്ചു പോന്നിട്ടുള്ള ഭൂമി, അതെല്ലാം തന്നെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക അത് വലിയ തോതിൽ തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു കൃത്യമായ ഭൂപ്രദേശം, അത് ഏത് ഭാഗമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ചെല്ലാനത്തും തങ്ങൾക്ക് അവകാശമുണ്ട്. ചെല്ലാനത്തെ നിരവധി പ്രദേശങ്ങൾ വഖഫിന്റെ അധീനതയിൽ വരേണ്ടതാണ് എന്നൊരു അവകാശവാദം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള വഖഫ് സ്വത്ത് വിവരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അത് ഈ ഒരു ജനതയ്ക്കുണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതല്ല. കാരണം 404 കുടുംബങ്ങൾ മറുഭാഗത്ത് സമാനമായി തന്നെ മുനമ്പം മേഖലയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. അവിടെ 404 ഏക്കറിന് അവകാശവാദം ഉന്നയിക്കുന്നു. 600-ലധികം കുടുംബങ്ങൾ തങ്ങൾ താമസിച്ച ഭവനങ്ങളിൽ നിന്ന്, അവരുടെ താമസ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലാതെ ഇരിക്കുമ്പോൾ മറ്റൊരു പ്രദേശം കൂടി, എറണാകുളം ജില്ലയുടെ മറ്റൊരു പ്രദേശങ്ങൾ, ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും സമാനമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു. ഏക്കർ കണക്കിന് ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫിന്റെ അവകാശവാദത്തിൽ അവരുടേതായി മാറുന്ന, മറ്റെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഏറ്റവും അധികം ഭൂസ്വത്തുക്കൾ സ്വന്തമാക്കുന്ന ഒരു സംഘടിത കേന്ദ്രമായി വഖഫ് ബോർഡ് മാറുകയും ചെയ്യുന്നു. ഏത് ഭൂമിക്ക് മേലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്ന നിലയിലേക്ക് അടുത്ത കാലത്തായി വഖഫ് ബോർഡ് മാറുന്നു. അതിന് എല്ലാവിധ പിന്തുണയുമായി ഇടതു വലതു മുന്നണികൾ മാറി ഭരിച്ച സർക്കാരുകളുടെ സഹായം അവർക്ക് ലഭിക്കുന്നു. ഇവിടെ ഈ ഒരു പ്രശ്നം ഉയർന്നു വന്ന അതേ ഘട്ടത്തിൽ തന്നെ അവരവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അതിൽ എങ്ങനെയാണോ മുനമ്പത്ത് ജനതയ്ക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് BJPയും പരിവാർ സംഘടനകളുമായിരുന്നു, ഇപ്പോഴും ആ രംഗത്ത് അവർക്ക് സമരത്തിന് പിന്തുണയുമായി നിൽക്കുന്നതും സംഘപരിവാർ സംഘടനകളും BJPയും അടക്കമാണ്. ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ അടക്കം ഈ പ്രശ്നം കൃത്യമായി തന്നെ ചർച്ച ചെയ്യുന്നു. അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നു. ഈ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മൾ നിൽക്കുന്നത് ചെല്ലാനം കണ്ടക്കടവ് ഭാഗത്താണ്. ഇവിടെ ഈ ഒരു പ്രദേശം കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ കെട്ടിയിരിക്കുന്ന ഭിത്തികൾ കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന അതേ ഭാഗം. എന്നാൽ അതേ സംരക്ഷണ ഭിത്തികൾക്കപ്പുറം ആ വീടുകൾ പോലും സംരക്ഷണമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? കാരണം മുനമ്പത്തെ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുകയാണ്, അനുദിനം കാണുകയാണ്. ആ ഒരു അതേ സാഹചര്യത്തിലേക്ക് തന്നെയാണോ ചെല്ലാനത്തെ ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്നത്? അതേ പ്രശ്നങ്ങൾ തന്നെയാണോ? ചെല്ലാനത്തെ ജനങ്ങളും ഭീതിയിൽ തന്നെയാണ് കഴിഞ്ഞു കൂടുന്നത്. എന്നുവെച്ചാൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഏക്കർ കണക്കിന് സ്വത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ വഖഫ് ബോർഡ് രംഗത്ത് വരികയും, പ്രത്യേകിച്ച് ചെല്ലാനം പോലെയുള്ള തീരപ്രദേശത്ത് ഏകദേശം ഒരു 18 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന പഞ്ചായത്താണ്. എന്നാൽ പോലും ഈ പഞ്ചായത്തിലെ ഒരു മുസ്ലിം പള്ളിയോ അതോ ഒരു മുസ്ലിം കുടുംബമോ ഇല്ലാത്ത ഒരു പ്രദേശത്താണ് അവർ അവകാശവാദം ഉന്നയിച്ചത്. ഈ വഖഫ് ബോർഡിൻ്റെ ഈ കടന്നുകയറ്റത്തിനെതിരെ ജനം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ചെല്ലാനത്തെ ജനം ഇതിനെ, ഈ വഖഫ് നിയമത്തിനെ
ചെല്ലാനത്ത് കാലുകുത്തിക്കില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഹിന്ദു ഐക്യവേദിയുടെ പേരിലും അതേപോലെ BJPയുടെ പേരിലും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സനിൽകുമാർ അദ്ദേഹം BJPയുടെ ചെല്ലാനം ഏരിയയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും വഖഫാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു പ്രദേശം. കാരണം സാധാരണ നിലയിൽ വഖഫ് ഭൂമി കൈമാറുക, വഖഫാണ്, അത് മറ്റൊരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഏക്കർ കണക്കിന് സ്വത്ത് കൈമാറേണ്ടത് പൂർവികരായി വലിയ സ്വത്തുവകകളുള്ള ആ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ, അവരുടെ പിതാമകന്മാർ അടക്കമുള്ള ആളുകളാണ് അത്തരം സ്വത്തുക്കൾ സാധാരണ നിലയിൽ കൈമാറുകയും പിന്നീട് അതാണ് വഖഫിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നത്. എന്നാൽ എങ്ങനെയാണ് ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഒരു മുസ്ലിം കുടുംബം പോലും ഇല്ലാത്ത ഭാഗത്ത് വഖഫ് ഭൂമി എങ്ങനെ വന്നു, അല്ലെങ്കിൽ വഖഫിന്റെ സ്വത്ത് ഉള്ള വഖഫിന്റെ അവകാശത്തിൽപ്പെടുന്ന വഖഫായി മാറുന്ന ഒരു പ്രദേശം എങ്ങനെ വന്നു എന്ന കാര്യമാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. ഏറ്റവും പ്രസക്തമായ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ജനവിഭാഗത്തിന് ഉയർത്താനുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരും വഴിയാധാരമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. നാളെ ഏതൊരു സമയവും അവരുടെ കരമടക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസുകളിലേക്ക് എത്തുമ്പോൾ അവിടെ അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്ന സ്ഥിതി. മുനമ്പത്തെ ജനത അഭിമുഖീകരിച്ച അതേ സമാനമായ പ്രശ്നത്തിലൂടെ ഈ ജനത കൂടി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും നമുക്കറിയാം, മുനമ്പത്ത് അവിടെ ഹിന്ദു ഐക്യവേദിയും ക്രൈസ്തവ സഭകളും എല്ലാം വലിയ പ്രതിഷേധത്തിന്റെ മാർഗത്തിലായിരുന്നു. ആ പ്രതിഷേധ സമരം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയുന്നില്ല. ചർച്ച നടക്കട്ടെ, 22-ാം തീയതിത്തെ ചർച്ചയ്ക്ക് ശേഷം പറയാമെന്നെല്ലാം പറയുമ്പോൾ അതിലൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ മാത്രമേ അവിടുത്തെ ജനതയ്ക്ക് കഴിയുന്നുള്ളൂ. അതേ സമയത്താണ് ഈ ഒരു മേഖല കൂടി, മറ്റൊരു തീരദേശ മേഖല കൂടി അധീനതയിൽപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് ശരിക്കും ഒരു കിരാത നിയമമാണ്. ശരിക്കും ഈ നിയമം ഒരു കാരണവശാലും നമുക്ക് ഈ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രത്തിൽ വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കില്ല. അതിൽ ഏത് രൂപത്തിൽ എല്ലാവിധ ശക്തിയും സംഭരിച്ചുകൊണ്ട് ജാതിമത ഭേദമന്യേ ഇപ്പം ഈ വഖഫ് ബോർഡിൻ്റെതായ ഈ വഖഫ് നിയമത്തിൽ മുസ്ലിങ്ങളും ധാരാളം പേര് പെട്ടിട്ടുണ്ട്. അവരുടെയും കുടുംബങ്ങൾ അന്യാധീനപ്പെടുന്നു. അവർക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ, അതേപോലെ തന്നെ ചെന്നൈയിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ മുസ്ലിങ്ങൾക്കും ഇതൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ചെല്ലാനത്ത് ഭൂമിയുണ്ട് എന്ന് അവരുടേതായ ആസ്തി രജിസ്റ്ററിൽ കാണുന്നു. നമ്മൾ ചെല്ലാനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇടക്കൊച്ചി എന്ന് പറയുന്നതായ ഒരു ജമാ മസ്ജിദിൻ്റെ കീഴിൽ ഉള്ളതായ ആസ്തി രജിസ്റ്റർ മുഖേനയാണ് ചെല്ലാനത്ത് ഇങ്ങനെ ഭൂമിയുണ്ടെന്ന് കാണുന്നത്. ഈ ഇടക്കൊച്ചി കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിവിഷനിലാണ് ഈ ഇടക്കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഇപ്പുറം മാറിയിട്ടുള്ളതായ ഒരു പഞ്ചായത്താണ് ഈ ചെല്ലാനം എന്ന് പറയുന്നത്. മുൻ പ്രാസംഗികൻ പറഞ്ഞ കൂട്ട് തന്നെ ഈ പഞ്ചായത്തിൽ ഒരൊറ്റ മുസ്ലിമോ ഒരൊറ്റ മുസ്ലിം പള്ളിയോ ദേവാലയങ്ങളോ കാലങ്ങളായിട്ട് തന്നെ ഇല്ല. ഇവിടെയുള്ളവർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് മുസ്ലിമിന് ദാനം കിട്ടിയിട്ടുള്ളതായ ഒരു സ്വത്ത് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് ചെല്ലാനം മുഴുവൻ ഉണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ വാർത്തകൾ. അല്ലാണ്ട് ചെല്ലാനത്ത് ഇന്ന് വാർഡ് എന്നൊരു നിർവഹിച്ചിട്ടില്ല. ചെല്ലാനം മുഴുവൻ ഞങ്ങളുടെ വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെടുകയാണ്. പഴയ കാലഘട്ടത്തിൽ രാജഘടകത്തിൽ കണ്ടെഴുത്തുപിള്ള എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടായിരുന്നു. പഴയ രാജകാരണത്തിൽ എൻ്റെ ചെറുപ്പക്കാലത്തേക്ക് കേട്ടില്ല. അതായത് കണ്ടെഴുത്തുപിള്ള വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഏരിയയിൽ അങ്ങോട്ട് നിന്നിട്ട് ഇത്രയും ചുറ്റളവിലുള്ള ഭൂമി മുഴുവൻ രാജാവിൻ്റെയാണ് എന്ന് പറയുന്നത് വിട്ട് വഖഫിൻ്റെതായ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ഇത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭൂമി മുഴുവൻ വഖഫാണ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പരമോന്നത കോടതിക്ക് അധികാരമില്ല. ഇത് എങ്ങനെ വന്നു? ഇത് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളതായ കോൺഗ്രസ് മിനിസ്ട്രി, അതായത് 1948, 47, 48 കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് ലോകത്തൊരിടത്തുമില്ലാത്തതായ ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതിനുശേഷം നരസിംഹറാവു, അതിനുശേഷമുള്ളതായ IK ഗുജറാൾ, അതായത് മൻമോഹൻ സിംഗിൻ്റെ മിനിസ്ട്രി, ഈ 2 മിനിസ്ട്രികളും വന്നതിന് ശേഷമാണ് ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭേദഗതി അനുസരിച്ച് മുസ്ലിം ദാനം കൊടുക്കണമെന്നില്ല, മറ്റാർക്ക് വേണമെങ്കിലും ദാനം കൊടുക്കാം മുസ്ലിമായിട്ട്. ആ ദാനം കിട്ടിയ ഭൂമി ഒരിക്കലും തിരിച്ചു ചോദിക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ശരിക്കും വഖഫിൻ്റെ കോടതിയിൽ തന്നെ പോകണം. അതായത് വഖഫ് ട്രിബ്യൂണലിൽ പോകണം എന്നാണ് പറയുന്നത്. വഖഫ് ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അധികാരികൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിർത്തി പ്രദേശത്തെ ചർച്ചയുണ്ടെങ്കിൽ 2 പേരും തമ്മിൽ ചർച്ച ചെയ്താൽ തീരുവില്ല, 3ാമതൊരാൾ വരണ്ടേ. ഇത് ആ വാദിയുടെ അടുത്ത് തന്നെ പ്രതി ചെല്ലണം. താങ്കൾ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രശ്നത്തെ നേരിടുന്നു. അതായത് വഖഫ് ട്രിബ്യൂണലിന് മുന്നിലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അതായത് വഖഫിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വഖഫിന്റെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു ട്രിബ്യൂണലിന് മുന്നിലാണ് പരാതിയുമായി ചെല്ലേണ്ടത്. നേരത്തെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരടക്കം പലവട്ടം ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയായിരുന്നു. തങ്ങൾ ആർക്ക് മുന്നിലാണ് നീതിക്ക് വേണ്ടി നീതിയുടെ വാതിലുകളിൽ ചെന്ന് മുട്ടേണ്ടത്? തങ്ങൾ ആരോടാണ് നീതിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്? ആർക്ക് മുന്നിലാണ് അത്തരം കാര്യങ്ങൾ പറയേണ്ടത്? ഈ വഖഫ് ബോർഡിൽ
ബോർഡിന് ഒപ്പം തന്നെ വഖഫ് ട്രിബ്യൂണലിന് മുന്നിലാണോ, അവിടെ എന്ത് നീതിയാണ് ലഭിക്കുക എന്ന കാര്യം തന്നെയാണ് കൃത്യമായി തന്നെ പുതിയ നിയമം വരുന്നുണ്ട്. ചോദിച്ചത്. പക്ഷേ ട്രൈബ്യൂണലിന് അപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന കാര്യമാണ് നമ്മളൊരു പക്ഷേ ശ്രീ സ്റ്റാലിൻ ദേവ് നേരത്തെ വിശദീകരിച്ചു വന്നത്. നമുക്ക്